നമസ്കാരം. സഭാ വാർത്തകളും വിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. ഇടവകകൾ വയോജന സൗഹൃദമാകണമെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന നേതൃത്വത്തിൽ കൊട്ടാരക്കര സദാനന്ദപുരത്ത് പ്രവർത്തിക്കുന്ന സീനിയർ അസിസ്റ്റഡ് ലിവിംഗ് ഹോമായ സനോഹയുടെ 3ാം നില സമർപ്പണം നിർവഹിക്കുകയായിരുന്നു മെത്രാപ്പൊലിത്ത. കുടുംബങ്ങളിൽ മുതിർന്നവരോടുള്ള ബഹുമാനം വളരണം. വാർദ്ധക്യം ദുഃഖമാകരുത്. ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ജീവിതത്തിന് ബലമാകും. ജീവിതത്തിൽ ആരും ഒറ്റപ്പെടാൻ പാടില്ല. അയൽവക്കങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാകണമെന്നും മെത്രാപ്പൊലിത്ത കൂട്ടിച്ചേർത്തു. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ശുശ്രൂഷ കാരുണ്യത്തോടെ നിർവഹിപ്പാൻ കാണും ഇടയായി തീരേണ്ടതായിട്ടുള്ള ഒരവസരമാണ് ഈ സനോഹയുടെ ഇന്നത്തെ ഉദ്ഘാടനത്തോടുകൂടി നമ്മയെല്ലാം വിളിച്ച് അറിയിക്കുന്നതായിട്ടുള്ള വസ്തുത. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. സ്നേഹം ചുരുങ്ങുകയല്ല, അത് വികസിക്കുകയാണ്, വിടരുകയാണ്, വിടർത്തുകയാണ്. അപ്പോൾ മറ്റുള്ളവനെ വികസിപ്പിച്ചെടുക്കുന്നത് ആരൊക്കെയാണോ അത് സ്നേഹം നൽകി വികസിപ്പിച്ചെടുക്കുമ്പോൾ അവൻ സ്വർഗം നിർമ്മിക്കുകയാണ്. കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ മുഖ്യ പ്രഭാഷണം നടത്തി. അപ്പോൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യത്തിൽ മക്കളുടെ സ്നേഹവും കരുതലും ഒക്കെ ലഭിക്കാതിരിക്കുമ്പോൾ അവർക്ക് സംതൃപ്തമായ ഒരു വാർദ്ധക്യം നൽകേണ്ടത് സഭയുടെ ഉത്തരവാദിത്തമാണെന്നുള്ള ചിന്തയാണ് ഇപ്രകാരമുള്ള സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കാനായിട്ട് ഇടയായത്. കൊടിക്കുന്നിൽ സുരേഷ് MP, ഭദ്രാസന സെക്രട്ടറി റവറൻ ഷിബു എബ്രഹാം ജോൺ, ട്രഷറർ കെ ജോർജ് പണിക്കർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബ്രിജേഷ് എബ്രഹാം, അജി അനുമോൾ, വാർഡ് മെമ്പർ ലൗലി സജീവ്, റവറൻ ജോസ്റ്റി ജോർജ്, റവറൻ M സാമുവൽ, റവറൻ തോമസ് മാത്യു, അരുൺ രാജ് പൂയപ്പള്ളി, KK കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭ നിരണം മാരാമൺ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഭദ്രാസനത്തിലെ വൈദികരുടെയും ഇടവക ചുമതലക്കാരുടെയും അസംബ്ലി അംഗങ്ങളുടെയും സംയുക്ത മീറ്റിംഗ് നടത്തി. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. സഭയുടെ ഫിനാൻസ് മാനേജർ റവറൻ സുബിൻ സാം മാമൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വികാരി ജനറൽ വെരി റവറൻ തോമസ് കെ ജേക്കബ്, ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് മാത്യു പുന്നവേലി, പുതിയ ഭദ്രാസന സെക്രട്ടറി റവറൻ ബിജു കെ ജോർജ്, ട്രഷറർ അനീഷ് കുന്നപ്പുഴ, പുതിയ ഭദ്രാസന ട്രഷറർ ബിനു ജോൺ എന്നിവർ പ്രസംഗിച്ചു. നന്മ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടയാളമാണെന്ന് ഡോക്ടർ ജോസഫ് മാർ ബർണബ സഫ്രഗൻ മെത്രാപ്പൊലിത്ത. റാന്നി നിലയ്ക്കൽ ഭദ്രാസന വികസന സംഘം വാർഷിക പൊതുയോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു സഫ്രഗൻ മെത്രാപ്പൊലിത്ത. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചമൂട്ടിൽ ധ്യാന പ്രസംഗം നടത്തി. ബെന്നി പുത്തൻപറമ്പിൽ വാർഷിക റിപ്പോർട്ടും മനോജ് ഡേവിഡ് കോശി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തോമസ് എബ്രഹാം കീക്കൊഴൂർ, സാം മുള്ളങ്കാട്ടിൽ, ഷീബ സാം ചിറ്റാർ, മേജർ MG വർഗീസ്, തോമസ് മാത്യു കുമ്പഴ, KK ജോൺസൺ, ജോമിനി മേരി എബ്രഹാം, റിബു തോമസ് നാരങ്ങാനം, ജോർജ് അത്തിക്കയം, സുനിൽ എബ്രഹാം മല്ലശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി റവറൻ A എബ്രഹാം വൈസ് പ്രസിഡന്റ്, ബെന്നി പുത്തൻപറമ്പിൽ സെക്രട്ടറി, മനോജ് ഡേവിഡ് കോശി ട്രഷറർ, KS എബ്രഹാം ഓഡിറ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ വികസനം വർത്തമാന കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും യഥാർത്ഥ ക്രൈസ്തവ സാക്ഷ്യം അതാകണമെന്നും മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ. മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന വികസന സംഘം വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വൈസ് പ്രസിഡന്റ് റവറൻ സജീവ് തോമസ് അധ്യക്ഷനായിരുന്നു. ഭദ്രാസന വികാരി ജനറൽ വെരി റവറൻ ഡോക്ടർ സാംസൺ M ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. വികസന സംഘം ഭദ്രാസന സെക്രട്ടറി കുരുവിള മാത്യൂസ്, ട്രഷറർ കോര കുര്യൻ, കേന്ദ്ര മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോസി കുര്യൻ, MS റോയ്, കേന്ദ്ര ജനറൽ കൗൺസിൽ അംഗങ്ങളായ രാജു എബ്രഹാം വെണ്ണിക്കുളം, ഷിബു G ഐപ്പ്, PK തോമസ് പ്ലാച്ചിറ, ബിജു നൈനാൻ മരുതുംകുന്നേൽ, മാത്യൂസ് പൊയ്കയിൽ, കോശി P സക്കറിയ, വാളകം ജോൺ എന്നിവർ പ്രസംഗിച്ചു. ഭദ്രാസന സെക്രട്ടറി വാർഷിക റിപ്പോർട്ടും ഭദ്രാസന ട്രഷറർ
വാർഷിക വരവ് ചെലവ് കണക്കും ബജറ്റും അവതരിപ്പിച്ചു. FCRA നിയമ ഭേദഗതി ബിൽ വീണ്ടും അവതരിപ്പിക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തൊഴിൽ നേടുക മാത്രമല്ല, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഉത്തമ പൗരന്മാരായി വളരുക എന്നതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പെരുമ്പാവൂർ മാർത്തോമ കോളേജ് ഫോർ വിമൻസിൽ നിന്ന് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ റാങ്ക് നേടിയ ജേതാക്കളെ അനുമോദിക്കുന്നതിന് സംഘടിപ്പിച്ച മാർത്തോമ മെറിറ്റ് ഡേ 2026 കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം സമൂഹത്തിലെ അസമത്വങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോളേജിൽ നിന്ന് സർവകലാശാല തലത്തിൽ റാങ്ക് നേടിയ 16 വിദ്യാർത്ഥിനികൾക്കും വിവിധ ബിരുദാനന്തര കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികൾക്കും അവാർഡും സർട്ടിഫിക്കറ്റും മന്ത്രി വിതരണം ചെയ്തു. സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ അധ്യക്ഷത വഹിച്ചു. മനോജ് മുത്തേടൻ MLA, സുവിശേഷ പ്രസംഗ സംഘം സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, നഗരസഭാ ചെയർപേഴ്സൺ KN സംഗീത, വികാരി ജനറൽ റവറൻ ഡോക്ടർ CA വർഗീസ്, കോളേജ് ട്രഷറർ PK കുരുവിള, പ്രിൻസിപ്പൽ ഡോക്ടർ സുജോ മേരി വർഗീസ്, കൗൺസിലർ KB നൌഷാദ്, കോർഡിനേറ്റർ പ്രൊഫസർ വിനീത് കുമാർ, ഡോക്ടർ മിന്നു സൂസൻ കോശി, അഡ്വക്കേറ്റ് BV പരീദ് എന്നിവർ പ്രസംഗിച്ചു. വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികൾ വിവിധ വിഷയങ്ങളിലായി 16 റാങ്കുകൾ നേടി. മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം കോട്ടയം കൊച്ചി ഭദ്രാസന വാർഷിക പ്രതിനിധി സംഘ യോഗം അനുഗ്രഹീതമായി. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. റവറൻ ബനോജി K മാത്യു, വികാരി ജനറൽ വെരി റവറൻ ഡോക്ടർ സാംസൺ M ജേക്കബ്, ജോസഫ് ഇലവുമൂട്, ജോബി M ബാബു വെട്ടമൺ സെക്രട്ടറി, M വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി റവറൻ സന്തോഷ് വർഗീസ്, ക്ലർജി വൈസ് പ്രസിഡന്റ് ലീലാമ വർഗീസ്, ആത്മായ വൈസ് പ്രസിഡന്റ് VM ബാബു വെട്ടമൺ സെക്രട്ടറി, CA റിച്ചു ജോൺ ചിറയിൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ക്രിസ്തുവിനായി ഭയരഹിത ശുശ്രൂഷ നിർവഹിക്കാനും കഷ്ടം സഹിക്കാനും തയ്യാറാകണമെന്ന് മാർത്തോമ സഭ മുംബൈ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ PD ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ. മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം മുംബൈ ഭദ്രാസന വാർഷിക പൊതുയോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു മാർ ഇവാനിയോസ്. കല്യാൺ വെസ്റ്റ് മാർത്തോമ പള്ളിയിൽ നടന്ന സമ്മേളനത്തിൽ ഭദ്രാസന ക്ലർജി വൈസ് പ്രസിഡന്റ് റവറൻ സജി P സൈമൺ, ആത്മായ വൈസ് പ്രസിഡന്റ് ജോൺ സാൽവി, റവറൻ ജോർജ് ജോൺ, രാജു ഐപ്പ് എന്നിവർ പ്രസംഗിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻ ജിജി മാത്യൂസ് ധ്യാന പ്രസംഗത്തിന് നേതൃത്വം നൽകി. ഭദ്രാസന സെക്രട്ടറി രാജു ഐപ്പ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ LC തോമസ് വരവ് ചിലവ് കണക്കും ബജറ്റും അവതരിപ്പിച്ചു. ഭദ്രാസനത്തിന്റെ വാർഷിക പഠന സമ്മേളനം വിറ്റ്നസ് 26 മുംബൈ വസായി ആത്മാ ശോധ് സെന്ററിൽ നവംബർ 5, 6, 7 തീയതികളിൽ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തി. ഭാരവാഹികളായി ക്ലർജി വൈസ് പ്രസിഡന്റ് റവറൻ സജി P സൈമൺ കല്യാൺ, ലേ വൈസ് പ്രസിഡന്റ് സണ്ണി ജോൺ മലാഡ്, സെക്രട്ടറി രാജു ഐ ബോറിവില്ലി, ട്രഷറർ റെജി ചെറിയാൻ വിക്രോളി എന്നിവരെ തെരഞ്ഞെടുത്തു. മാർത്തോമ സഭ ഡൽഹി ഭദ്രാസന അസംബ്ലി യോഗം ന്യൂഡൽഹി സെയിന്റ് ജോൺ സ്കൂളിൽ നടത്തി. വികാരി ജനറൽ വെരി റവറൻ ഡാനിയൽ തോമസിന്റെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച യോഗത്തിൽ സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ഭദ്രാസന സെക്രട്ടറി റവറൻ ലിജു ജോൺ വാർഷിക റിപ്പോർട്ടും വാർഷിക വരവ് ചെലവ് കണക്കുകളും, ഭദ്രാസന ട്രഷറർ AJ ഫിലിപ്പ് വാർഷിക ബജറ്റും അവതരിപ്പിച്ചു. 2023-26 വർഷങ്ങളിൽ കൗൺസിൽ അംഗങ്ങളായി സേവനമനുഷ്ഠിച്ചവർക്ക് പ്രത്യേക ഉപഹാരങ്ങൾ നൽകി. ഭദ്രാസനത്തിന്റെ അപ്ഡേറ്റ് ചെയ്ത വെബ്സൈറ്റിന്റെ സ്വിച്ച് ഓൺ ഭദ്രാസന അധ്യക്ഷൻ സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ നിർവഹിച്ചു. 2026-29 വർഷത്തെ ഭദ്രാസന സെക്രട്ടറിയായി റവറൻ ലിജു ജോണിനെയും ട്രഷററായി ഏബ്രഹാം ജോണിനെയും 24 അംഗ കൗൺസിലിനെയും തെരഞ്ഞെടുത്തു. മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന സേവികാ സംഘം പ്രവർത്തനോദ്ഘാടനവും സെക്രട്ടറി കോൺഫറൻസും ചെമ്മരപ്പള്ളി ബഥേൽ മാർത്തോമ പള്ളിയിൽ നടത്തി.
ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ വെരി റവറൻഡ് ഡോക്ടർ സാംസൺ എം ജേക്കബ്, ക്ലർജി വൈസ് പ്രസിഡന്റ് റവറൻഡ് കെ.എ. എബ്രഹാം, സുവിശേഷ സേവികാ സംഘം ജനറൽ സെക്രട്ടറി റേച്ചൽ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം കൊച്ചി ഭദ്രാസന സേവികാ സംഘം സെക്രട്ടറി ഓമന രാജൻ, ലേഡി വൈസ് പ്രസിഡന്റ് സൂസൻ ജോൺ എന്നിവരും പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ഷാലോം.